welcome to all of you. We have gathered here for the inauguration of COVID Operation Theatre, an exclusive operation theatre for the COVID-infected patients, sponsored by Rotary Club, Trichur West. Post-COVID clinic to ensure proper post-COVID management, which will be more beneficial for the patients. And Molecular Diagnostic Laboratory is responsible for the development of diagnostic tests. We hope the program will be fruitful and engaging. Let's begin the program by invoking the Almighty. I request all you to stand for the invocation. We would like to start the program with prayer. Thank you. I invite Reverend Father Francis Pallikunnat, Director of Jubilee Mission Medical College and Research Institute, for the official welcome speech. Over to you, Father. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാനികൾ, 2020 നമ്മുടെയൊക്കെ ജീവിതകാലത്ത് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു വലിയ ആരോഗ്യ പ്രശ്നവുമായിട്ടാണ് നമ്മുടെ മുന്നിലേക്ക് വന്നത്. COVID-19 മഹാമാരി ലോകത്തെ സാമൂഹിക അകലം പാലിച്ച് ഓരോരുത്തരെയും വ്യത്യസ്തമായ ലോകങ്ങളിൽ ഒതുങ്ങിക്കൂടാനായിട്ട് നിർബന്ധിതരാക്കിയപ്പോഴും അതിന്റെ സാമൂഹികവും ആരോഗ്യപരവും സാമ്പത്തികവുമായിട്ടൊക്കെയുള്ള വെല്ലുവിളികൾ എങ്ങനെ നേരിടണമെന്ന് നമ്മളൊക്കെ ഒന്നിച്ച് ആലോചിക്കുകയായിരുന്നു. ആരോഗ്യപരമായ പ്രതിസന്ധികളെ തൃശ്ശൂരിന്റെ സ്വന്തം മിഷൻ ആശുപത്രി എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് ആലോചിച്ചപ്പോൾ കോവിഡ് സാഹചര്യം സൃഷ്ടിച്ചിരുന്ന പ്രത്യേകമായ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനായിട്ട് ആവശ്യമായ ക്രമീകരണങ്ങൾ അതാത് സമയങ്ങളിൽ ഒരുക്കുന്നതിന് സമൂഹത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവർ ഞങ്ങളോടൊപ്പം കൈകോർക്കുകയുണ്ടായി. അങ്ങനെ ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ ജൂബിലിയിൽ ഒരുക്കിയ 3 വ്യത്യസ്ത സൗകര്യങ്ങളുടെ ഒരു ഔപചാരികമായ ഉദ്ഘാടനമാണ് ഈ വേദിയിൽ നിർവഹിക്കുന്നത്. ഈ 3 ഫെസിലിറ്റീസും ഒരുങ്ങി പലതും ഒരുപാട് പേർക്ക് പ്രയോജനപ്രദമായി ഓൾറെഡി ഉപയോഗിക്കപ്പെട്ടു തുടങ്ങിയതാണ്. പക്ഷേ കോവിഡിന്റെ സാമൂഹികമായ ഒത്തുചേരലിലൊക്കെ മാറ്റിവെക്കപ്പെട്ടിരുന്നത് കൊണ്ട് ഒരു ഔപചാരികമായ ഉദ്ഘാടനം പല കാരണങ്ങൾ കൊണ്ടും നീണ്ടുപോവുകയായിരുന്നു. ഇത്തരുണത്തില് ഏറ്റവും പ്രധാനമായി കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക്
എമർജൻസിയായി ഓപ്പറേഷനുകൾ വേണ്ടിവരുന്ന സാഹചര്യത്തിൽ രോഗികൾക്കും ആ ഓപ്പറേഷനുകൾ നിർവഹിക്കുന്ന ആതുര ശുശ്രൂഷകർക്ക്, ഡോക്ടേഴ്സിനും നഴ്സസിനും മറ്റ് ആതുര ശുശ്രൂഷകർക്കും സുരക്ഷിതമായി അത് ചെയ്യാനുള്ള മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് ഒരു ഓപ്പറേഷൻ തിയേറ്റർ സജ്ജീകരിക്കുക എന്ന ആശയത്തിന് ജൂബിലിയോട് ഒപ്പം നിന്നത് റോട്ടറി ക്ലബായിരുന്നു. തൃശൂർ വെസ്റ്റ് റോട്ടറി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ റോട്ടറിയുടെ ഗ്ലോബൽ ഗ്രാൻഡിന്റെ സഹായത്തോടു കൂടി 35 ലക്ഷം രൂപ ചെലവഴിച്ച് കോവിഡ് പോസിറ്റീവായ രോഗികൾക്ക് ശസ്ത്രക്രിയ ചെയ്യുന്നതിന് വേണ്ടി പ്രത്യേകമായും അതിന്റെ എയർ പ്യൂരിഫിക്കേഷൻ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുള്ള കോവിഡ് തിയേറ്റർ സജ്ജീകൃതമായി. അതുപോലെ തന്നെ കോവിഡ് മഹാമാരി വന്നപ്പോൾ രാജ്യത്ത് എല്ലായിടത്തും കോവിഡ് രോഗത്തെ കൂടി കണ്ടെത്താൻ സഹായകമാകുന്ന തരത്തിലുള്ള ലാബോറട്ടറികൾ ആവശ്യമായി വന്നു. ഉടനെ തന്നെ ജൂബിലി മിഷനും മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിനോട് ചേർന്ന് മോളിക്കുലാർ ബയോളജി ലാബ് പ്രത്യേകമായിട്ട് സജ്ജീകരിക്കുകയും RT-PCR അടക്കമുള്ള എല്ലാ ടെസ്റ്റുകൾക്കുമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കുകയും ചെയ്തു. 30,000-ലേറെ ആളുകൾക്ക് RT-PCR ടെസ്റ്റുകൾ അടക്കം ചെയ്യുന്ന ക്രമീകരണങ്ങളോട് ഓൾറെഡി നടത്തി കഴിഞ്ഞു. അപ്പോൾ അത്തരമൊരു ക്രമീകരണത്തിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കപ്പെടുകയാണ്. മൂന്നാമതായിട്ട് കോവിഡ് രോഗം വാക്സിനേഷന്റെ ആരംഭത്തോടുകൂടി നമ്മൾ ആ ഒരു ഭീതിയിൽ നിന്ന് അകലാൻ തുടങ്ങുമ്പോഴും കോവിഡ് രോഗം ബാധിച്ചവർക്ക് കോവിഡ് ആനന്തര കോംപ്ലിക്കേഷൻസ് പലതും കാണിക്കുന്നതായിട്ട് വൈദ്യശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നു. അവയെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നുള്ള ചിന്തയാണ് ഒരു കോവിഡ് ആനന്തര ക്ലിനിക്, പോസ്റ്റ് കോവിഡ് ക്ലിനിക് എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് അത്തരം ഒരു മൾട്ടി ഡിസിപ്ലിനറി ഫെസിലിറ്റി കൂടി ഒരുക്കുന്നത്. ഈ 3 ഫെസിലിറ്റീസിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം ഇന്ന് ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഈ യോഗത്തിൽ ബഹുമാനപ്പെട്ട തൃശൂർ കോർപ്പറേഷൻ മേയറാണ് അധ്യക്ഷം വഹിക്കാമെന്ന് ഏറ്റിരുന്നത്. അതുപോലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഇവിടെ സന്നിഹിതരാകാമെന്ന് പറഞ്ഞിരുന്നു. കോർപ്പറേഷൻ യോഗം ഉള്ള ദിവസമാണെന്ന് നമ്മൾ 3:30 സമയം വെച്ചത്. അത് തീരാനുള്ള ഒരു സമയം കണക്കാക്കിയിട്ടായിരുന്നു. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്ന യോഗം ഒരൽപ്പം കൂടി നീണ്ടുപോയെന്നാണ്. അവർ സാധിക്കുന്നതും വേഗത്തിൽ എത്തിച്ചേരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമയത്തിന് യോഗം തുടങ്ങുകയാണ്. അവർ കൂടിച്ചേരുന്നത് വരെ നമ്മുടെ യോഗം തൃശൂർ ഡിസ്ട്രിക്റ്റിന്റെ റോട്ടറി ഡിസ്ട്രിക്റ്റിന്റെ ഡിസ്ട്രിക്ട് ഗവർണറായ റൊട്ടേറിയൻ ശ്രീ ജോസ് ചാക്കോയുടെ അധ്യക്ഷതയിൽ യോഗം ആരംഭിക്കുകയാണ്. റോട്ടറിയുടെ ഈ ഗ്ലോബൽ ഗ്രാൻഡിന്റെ സഹായത്തോടു കൂടി ജൂബിലി മിഷനില് ഈ ഒരു സംവിധാനം ഒരുക്കുന്നതിന് റോട്ടറിയുടെ ഡിസ്ട്രിക്ട് ഗവർണർ എന്നുള്ള നിലയിൽ ഞങ്ങളെ സഹായിക്കുക കൂടി ചെയ്ത റൊട്ടേറിയൻ ജോസ് ചാക്കോയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ യോഗത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ തൃശൂർ വെസ്റ്റ് റോട്ടറി ക്ലബിന്റെ സഹായത്തോടുകൂടി എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന കോവിഡ് OTയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രശസ്ത സിനിമാ താരം അപർണ ബാലമുരളിയാണ്. തൃശൂരിന്റെ അഭിമാനമായ ശ്രീ കുമാരി അപർണ ബാലമുരളിയെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് പ്രിയപ്പെട്ട ശ്രീ TG ദേവിയാണ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് ലബോറട്ടറിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് തൃശൂർ വെസ്റ്റ് റോട്ടറി ക്ലബിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ ദേവിയുടെ കൂടി പ്രത്യേക താല്പര്യം കൂടിയാണ് നമുക്ക് ഈ ഗ്ലോബൽ ഗ്രാൻഡിന് അർഹത നേടാനായത്. ഏറ്റവും സ്നേഹത്തോടുകൂടി ഡോക്ടർ ദേവിയെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമുള്ള
അനേകം വിശിഷ്ട വ്യക്തികളുണ്ട്. നമ്മുടെ പ്രിൻസിപ്പാൾ ഡോക്ടർ പ്രവീൺ ലാൽ, മെഡിക്കൽ സൂപ്രണ്ടന്റ് ഡോക്ടർ ആൻഡ്രൂസ്, CEO ഡോക്ടർ ബെന്നി, ചീഫ് ഓഫ് മെഡിക്കൽ സർവീസസ് ഡോക്ടർ അലക്സ്, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ്സ് ആയിട്ടുള്ള മെഡിസിൻ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ ജെറി, അനസ്തേഷ്യ വിഭാഗത്തിൽ നിന്നും ഡോക്ടർ മെറിയം, മൈക്രോബയോളജിയിൽ നിന്നും ഡോക്ടർ ചിത്ര, അതുപോലെ ഇന്ന് പോസ്റ്റ് കോവിഡ് OTയെ പരിചയപ്പെടുത്തുന്ന മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ജോ, തൃശ്ശൂർ വെസ്റ്റ് റോട്ടറി ക്ലബിന്റെ സെക്രട്ടറി ശ്രീ സജീവി മാത്യു, ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്ടിന്റെ കൂടി ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഞങ്ങളോടൊപ്പം ഈ യാത്രയിൽ എപ്പോഴും ഉണ്ടായിരുന്ന ശ്രീ മനോജ്, എല്ലാവരെയും ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായ എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. To deliver the presidential address, I would like to call Rotarian Jose Chaco, District Governor of Rotary 3201. Reverend Father Francis Palikunan, Aparna Balamurali, Sri T.G. Ravi, Dr. Joe Thomas, Dr. Andrew C. District Director Veteran M.E. Thomas, Assistant Governor Veteran Raj Gopal, Veteran Manoj Pushkaran, Veteran Sajivi Matthew, Secretary, Trichure West Club, Jubilee Medical Mission Hospital, Rotary Foundation, സംയുക്തമായി ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന കോവിഡ് OT ഓപ്പറേഷൻ തിയേറ്ററും പോസ്റ്റ് കോവിഡ് ക്ലിനിക്കും മോളിക്കുലർ ഡയഗ്നോസിസ് ലബോറട്ടറിയുടെ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിക്കുവാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. റോട്ടറി ഇന്റർനാഷണൽ എന്ന സംഘടനയെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം 1905 രൂപം കൊണ്ട ഒരു സംഘടനയാണ് റോട്ടറി ഇന്റർനാഷണൽ എന്ന സംഘടന. 200 രാജ്യങ്ങളിലായി പറന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വലിയ അന്താരാഷ്ട്ര പ്രസ്ഥാനമാണ് റോട്ടറി ഇന്റർനാഷണൽ. ഏകദേശം 1.2 അംഗസംഖ്യയുള്ള ഒരു സംഘടനയാണ്. റോട്ടറി ഡിസ്ട്രിക്ട് 3201 ഞങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ ക്രമപ്പെടുത്താൻ വേണ്ടി ഡിസ്ട്രിക്ട് തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഡിസ്ട്രിക്ട് 3201 എന്ന് പറയുമ്പോൾ കോയമ്പത്തൂർ മുതൽ കോയമ്പത്തൂർ, പാലക്കാട്, തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി എന്ന 5 റവന്യൂ ജില്ലകളിലായി 147 ക്ലബുകളിൽ ഏകദേശം 5600 പരം അംഗസംഖ്യയുള്ള ഒരു ഡിസ്ട്രിക്റ്റാണ് റോട്ടറി ഡിസ്ട്രിക്ട് 3201. ഞങ്ങളുടെ പ്രധാനപ്പെട്ട അജണ്ട അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രധാനപ്പെട്ട കൃത്യം എന്ന് പറയുന്നത് സാമൂഹ്യ സേവനമാണ്. റോട്ടറിയെ കുറിച്ച് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ലോകമെമ്പാടും കുട്ടികൾ നേരിട്ടുകൊണ്ടിരുന്ന ഒരു മാരകമായ രോഗമാണ് പോളിയോ എന്നുള്ളൊരു രോഗം. ആ രോഗം ലോകത്തു നിന്ന് തന്നെ തുടച്ചു നീക്കുന്നതിൽ റോട്ടറി ചെയ്ത സേവനം വളരെ വലുതാണ്. റോട്ടറിയും WHO ചേർന്നാണ് ഈ ഒരു പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഏർപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഇന്ത്യ 100% പോളിയോ ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, നൈജീരിയ തുടങ്ങിയ 2-3 രാജ്യങ്ങളിൽ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങളിലും പോളിയോ എന്നുള്ളൊരു മാരക രോഗം ഇന്ന് തുടച്ചു നീക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത് റോട്ടറി എന്നുള്ള സംഘടനയും WHO ചേർന്നുകൊണ്ടാണ്. നമുക്കറിയാം, മൈക്രോസോഫ്റ്റിന്റെ സ്ഥാപക ഉടമസ്ഥരായിട്ടുള്ള ബിൽ ഗേറ്റ്സും മെലിൻഡ ഗേറ്റ്സും അവര് റോട്ടറിയുടെ ഈ പോളിയോ നിർമ്മാർജ്ജന പദ്ധതിയിൽ ഇന്നും പങ്കാളികളാണ്. വർഷങ്ങളായി ഈ പങ്കാളിത്തം തുടർന്നു വരുന്നു. റോട്ടറി ഡിസ്ട്രിക്ട് 320 സംബന്ധിച്ചിടത്തോളം 3201 സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു. ക്യാൻസർ റിലേറ്റഡ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ നടന്നു വരുന്നു. എറണാകുളം അമൃത ഹോസ്പിറ്റലുമായി സഹകരിച്ചുകൊണ്ട് ഏകദേശം 2 കോടി വിലമതിക്കുന്ന ഒരു മാമോഗ്രാം വെഹിക്കിൾ എറണാകുളത്ത് പ്രവർത്തിച്ചു വരുന്നു. 100-ൽ പരം അമൃത ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട് 100 കുട്ടികൾക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ. എറണാകുളം ആലുവ ജില്ലാ ആശുപത്രിയുമായിട്ട് സഹകരിച്ചുള്ള ഒരു കോവിഡ് വെന്റിലേറ്റർ പദ്ധതി. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് തന്നെ തൃശ്ശൂർ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട ഒരു ബ്ലഡ് ബാങ്കിന്റെ ഇനാഗുറേഷൻ ചെയ്യാൻ ഞാനിവിടെ ഒരാഴ്ച മുമ്പ് വന്നിരുന്നു. ഈ അടുത്ത വരുന്ന ആഴ്ച ഈ ഹോസ്പിറ്റലിൽ തന്നെ വെച്ച് നെക്ടർ ഓഫ് ലൈഫ് എന്നുള്ള പദ്ധതി, മുലപ്പാൽ സംഭരണ ബാങ്ക്, അത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു ആശയം റോട്ടറി മുന്നോട്ട് കൊണ്ടുവന്നത്. ഈ വരുന്ന വെള്ളിയാഴ്ച ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി ശൈലജ ടീച്ചറുടെ സാന്നിധ്യത്തിൽ അത് എറണാകുളം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ അതിന്റെ ഇനാഗുറേഷൻ നടക്കും. അതിനെ തുടർന്ന് ഈ വരുന്ന ദിവസങ്ങളിൽ തന്നെ ഈ ഹോസ്പിറ്റലിലും ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലും നെക്ടർ ഓഫ് ലൈഫ്, അതായത് മുലപ്പാൽ
സംഭരണ ബാങ്ക് ഉദ്ഘാടനം, ഔപചാരികമായ ഉദ്ഘാടനം നടത്തപ്പെടും. അതുകൂടാതെ തന്നെ 2018 ഫ്ലഡ് വന്നപ്പോൾ ഏകദേശം ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റിൽ 1000-ൽ പരം വീടുകൾ പണിയുക എന്നുള്ളൊരു ദൗത്യം ഏറ്റെടുക്കുകയും ഇന്നിപ്പോൾ 600-ൽ പരം വീടുകൾ പണി പൂർത്തിയാക്കി ഈ ഭവന പദ്ധതി ഇപ്പോഴും തുടർന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കേരള ഗവൺമെന്റിന്റെ ഏറ്റവും പെറ്റ് പ്രോജക്റ്റ് ആയിട്ടുള്ള ലൈഫ് മിഷൻ പദ്ധതിയോട് ചേർന്നിട്ടാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലും തൃശ്ശൂരും ഷൊർണൂരുമായി ഏകദേശം 33 വീടുകളുടെ പണി പൂർത്തീകരിച്ചു. നമ്മുടെ സഹപ്രവർത്തകരായ റോട്ടറി സുരേഷിന്റെ നേതൃത്വത്തിലാണ് ആ പ്രവർത്തനങ്ങളെല്ലാം നടന്നു വരുന്നത്. അങ്ങനെ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ. ഡയാലിസിസ്, നമുക്കറിയാം ഇന്ത്യ ഡയബറ്റിക്സിന്റെ ക്യാപിറ്റലാണെന്ന് പറയപ്പെടുന്നു, പ്രത്യേകിച്ച് കേരളം. എൻ്റെ ഈ ചുരുങ്ങിയ 7 മാസത്തെ പ്രവർത്തനത്തിനിടയിൽ ഞാൻ യാത്ര ചെയ്ത് ഒരുപാട് സ്ഥലങ്ങളിൽ സന്ദർശിക്കുകയും പല ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേരളത്തിൽ പ്രത്യേകിച്ച് 1000-കണക്കിന് ഡയബറ്റിക് പേഷ്യൻസ് ഇപ്പോഴും കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള ഡയാലിസിസിന് വേണ്ടി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത് മനസ്സിലാക്കി റോട്ടറി വിവിധ ഹോസ്പിറ്റലുകളിൽ, എറണാകുളം ഫാത്തിമ ഹോസ്പിറ്റലുമായിട്ട് സഹകരിച്ചുകൊണ്ട്, എറണാകുളം ക്യാൻക്യൂർ ഫൗണ്ടേഷനായിട്ട് സഹകരിച്ചുകൊണ്ട് പല സ്ഥലങ്ങളിൽ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ഡയാലിസിസ് പദ്ധതികളുടെ പ്രവർത്തനങ്ങളും മുന്നോട്ട് വരുന്നു. ഏകദേശം ഒരു 2 മാസം മുമ്പ് പെരിഞ്ഞനം എന്ന പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്തോട് സഹകരിച്ചുകൊണ്ട് 14 വീടുകളുടെ പണി പൂർത്തിയാക്കി അത് തൃശ്ശൂർ ജില്ലാ കളക്ടറെ ഏൽപ്പിക്കുന്ന ചടങ്ങിൽ ഞാൻ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായിരുന്നു. ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഒട്ടനവധി ജീവകാരുണ്യ പ്രവർത്തനം, റോട്ടറിയെ കുറിച്ച് പല തെറ്റിദ്ധാരണകളുണ്ട്. ഒരു ക്ലബ് എന്ന നിലയിൽ പ്രവർത്തിക്കുന്നു, ഒരു സാമൂഹ്യ സംഘടന. റോട്ടറി സാമൂഹ്യ സംഘടനയല്ല, അതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു പ്രസ്ഥാനം തന്നെയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുവാനായിട്ട് റോട്ടറി പ്രവർത്തിക്കുന്ന തൃശ്ശൂർ തന്നെ 5 ക്ലബ്ബ് പ്രവർത്തിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ക്ലബ്ബുകൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയാത്ത പ്രോജക്റ്റുകൾ റോട്ടറി ഇന്റർനാഷണൽ തന്നെ ഒരു സഹോദര സംഘടനയായ ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, റോട്ടറി ഫൗണ്ടേഷൻ. ആ റോട്ടറി ഫൗണ്ടേഷന്റെ സാമ്പത്തിക സഹായം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഈ ഗ്ലോബൽ ഗ്രാൻഡ് പദ്ധതികൾ നടത്തി വരുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കോവിഡ് ഓപ്പറേഷൻ തിയേറ്റർ, പോസ്റ്റ് കോവിഡ് ക്ലിനിക്, മോളിക്കുലർ ഡയാഗ്നോസിസ് ലബോറട്ടറി എന്നിവ റോട്ടറി ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ ഇവിടെ തൃശ്ശൂർ വെസ്റ്റ് ക്ലബ് ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സംരംഭത്തിൽ മുന്നോട്ട് വന്ന തൃശ്ശൂർ വെസ്റ്റ് ക്ലബിലെ പ്രസിഡന്റ് ഡോക്ടർ രവി ടിആറിനെയും റോട്ടറി വെസ്റ്റ് ക്ലബിലെ എല്ലാ അംഗങ്ങളെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം ഇവിടെ തന്ന ജൂബിലി മിഷൻ ഹോസ്പിറ്റലിലെ മാനേജ്മെന്റിനോടും ഡോക്ടേഴ്സിനോടും സ്റ്റാഫിനോടും എല്ലാം റോട്ടറി ഡിസ്ട്രിക്ട് 320 പേരിലും റോട്ടറി ഇന്റർനാഷണൽ പേരിലും ഈ റോട്ടറിയുടെ ഫണ്ടിങ് ഏജൻസിയായ റോട്ടറി ഫൗണ്ടേഷന്റെ ഡിസ്ട്രിക്റ്റിലെ ഒരു റെപ്രസെന്റേറ്റീവ്, ഒരു പ്രതിനിധി എന്ന നിലയിൽ ഞാൻ എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. തുടർന്നും ഇത്തരത്തിലുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ എല്ലാവർക്കും ഇത് പ്രചോദനമാവട്ടെ. ഏതാനും വരുന്ന ആഴ്ചയിൽ തന്നെ ഒരിക്കൽ കൂടി എനിക്കറിയാം ഈ വേദിയിൽ വരേണ്ടി വരും. ഈ നെക്ടർ ഓഫ് ലൈഫ് മുലപ്പാൽ സംഭരണ ബാങ്കിന്റെ ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. I'd like to call Dr. Ravi T.R., President Rotary Club Trichure West and Deputy Medical Superintendent, Jubilee Mission Hospital. Over to you, sir. Good evening to you all. പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എന്താണ് ഈ കോവിഡ് ഡ്യൂട്ടി എന്നുള്ളത് പറയാമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ സ്പെഷ്യലായിട്ടൊരു കോവിഡ് പേഷ്യൻസിന് സ്പെഷ്യലായിട്ടുള്ള ഡ്യൂട്ടി, എന്താണ് അതിൻ്റെ ഉപകാരം? ഇതാണ് ആദ്യം ഞങ്ങൾ കോവിഡ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എമർജൻസി സർജറീസ് നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടമാനം കൂടി കേസ്, സർജറീസ് വരുന്നുണ്ട്, സർജിക്കൽ കേസ് വരുന്നുണ്ട്, ട്രോമ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലം വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒന്നെന്താണെന്ന് വെച്ചാൽ കോവിഡ് പേഷ്യൻ്റ് ആണ്. അവര് ശ്വസിക്കുന്ന വായു പുറത്തേക്ക് പോകുന്ന സമയത്ത് അത് ബാക്കിയുള്ളവർക്ക് എഫക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഓട്ടീസ് ഒന്നും ഇതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളതല്ല. അപ്പൊ അങ്ങനെ ഉള്ളൊരു കാര്യമുണ്ട്. പിന്നെ എന്താ വെച്ചാൽ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഈ വൈറസ് ലോഡ് കാരണം അതിന്റെ റിസ്ക് കൂടുതലാണ്. അപ്പൊ അവർക്കുള്ള പ്രശ്നം വരുന്നുണ്ട്. ഈ PPE കിറ്റ് സാധനങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേർത്ത് കുളിച്ച് തലചുറ്റി വീഴുന്ന ഒരു തവണ ഒരു മീറ്റിങ്ങിന് വരാൻ വൈകിയ സമയത്ത് അനിയൻ മാത്യു മാത്യുവിൻ്റെ അടുത്ത് ഞാനന്ന് അദ്ദേഹം വരുന്ന പ്രസിഡന്റ് എന്താ വൈകിയെന്ന് വെച്ചില്ല, ഞങ്ങളുടെ സ്റ്റാഫ് ഒരാൾ തലയിട്ടാണ് കോവിഡ്. അപ്പൊ അതിനെയൊക്കെ ചുറ്റിപ്പറ്റി ഞങ്ങൾ നോക്കിയെന്ന് പറഞ്ഞപ്പോൾ എന്താണ് കാര്യം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു ഇതപ്പോൾ അദ്ദേഹം തന്നെ സജസ്റ്റ് ചെയ്തു, നമുക്ക് എന്തായാലും ഇങ്ങനൊരു
പ്രൊവിഷൻ എന്തെങ്കിലും പ്രോപ്പർട്ടിയുടെ സൈഡിൽ നിന്ന് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്കത് ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ചെയ്യാമെന്ന് ഡിസ്കസ് വിത്ത് ക്രിട്ടിക്കൽ കെയറിൻ്റെ ഹെഡ് ഉണ്ടായിരുന്നു, ഡോക്ടർ ചെറിഷ് ഉണ്ടായിരുന്നു, മെയിൻ്റെനൻസ് സൈഡിൽ നിന്ന് ഹെഡ് മിസ്റ്റർ ഹരിയൊക്കെ ഉണ്ടായിരുന്നു, നമ്മുടെ CEO ബെന്നി സാറിൻ്റെ ഡയറക്ടർക്ക് ഫുൾ സപ്പോർട്ട് തരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ കണ്ടീഷൻസ് ഉള്ളിൽ ഉള്ള വായു പുറത്തേക്ക് പോകരുത്, ഫ്രഷ് ആയിട്ടുള്ള വായു ഉള്ളിൽ കയറണം. അതിനുവേണ്ടി നെഗറ്റീവ് പ്രഷറായിട്ടുള്ള ഒരു OT ഉള്ള സംവിധാനം. അപ്പോൾ സാധാരണ എക്സോസ്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും. ഇൻഡസ്ട്രിയൽ എക്സോസ്റ്റ് ഫാനൊക്കെ വെച്ച് സൈലൻസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ സർജറി ചെയ്യുന്ന സമയത്ത് ഭയങ്കര സൗണ്ട് ആയിരിക്കും, അപ്പോൾ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്കൽ അഡ്വൈസ് തരികയും അതിൻ്റെ കൂടെ പിന്നെ ഒരു പ്രശ്നം വന്നിരുന്നത് ഈ ഉള്ളിൽ നിൽക്കുന്ന എയർ റീസർക്കുലേറ്റ് ചെയ്യുമ്പോൾ വൈറസ് ലോഡ് കൂടുതൽ, അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് റീസർക്കുലേഷൻ പ്രിവെന്റ് ചെയ്തിട്ട്. വെൽക്കം സർ. PK ഷാജനാണ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അപ്പോൾ അതും കണക്കിലെടുത്ത് റീസർക്കുലേഷൻ പ്രിവെന്റ് ചെയ്തുകൊണ്ട് ഫ്രഷ് ആയിട്ട് പ്യുവറായിട്ടുള്ള, കാരണം ഇൻഫെക്റ്റഡ് എയർ ഉള്ളിലേക്ക് പോകാൻ പാടില്ല. വെറുതെ ഫ്രഷ് ആയിട്ടുള്ള എയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനെയും പലതരത്തിലുള്ള ഇൻഫെക്ഷനും ഈ ഓപ്പറേറ്റഡ് പേഷ്യൻസിന് ഉണ്ടാകും. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് പ്യുവറായിട്ടുള്ള എയർ, ഫ്രഷ് എയർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഹെപ്പ ഫിൽറ്ററൊക്കെ വെച്ചിട്ടുള്ള ഒരു സംവിധാനം അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി. എല്ലാം ഫ്രഷ് എയർ ആവുമ്പോൾ അത് ഭയങ്കര ചൂടായിരിക്കും. നമുക്ക് വിചാരിച്ച മാതിരി ഒരു 21-22 ഇതിൽ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് സാധാരണ AC മതിയാവില്ല. അപ്പോൾ അതിന് AC ടണ്ണേജ് കൂട്ടിയിട്ട് അതുണ്ടാക്കി. പിന്നെ ഇത് ഡോണിക്ക് PPE കിറ്റിടാനുള്ള സൗകര്യം, അത് കളയാനുള്ള സൗകര്യം, പിന്നെ അതിനുവേണ്ട മെഷീൻസ്. ഒരു തിയേറ്റർ ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സർജറികളും ചെയ്യണം അവിടെ. അപ്പോൾ അതിനുവേണ്ടി മൾട്ടി ഫങ്ഷണൽ ആയിട്ടുള്ള തിയേറ്റർ ടേബിൾസ്, ന്യൂറോ സർജറി മുതൽ ഈവൻ ഗൈനക് സർജറീസോ ENT സർജറീസോ എല്ലാം ചെയ്യാൻ വിധത്തിലുള്ള അതിൻ്റെ ടേബിള് അതും നോട്ടറീഡ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ടായി. പിന്നെ മോണിറ്ററിങ് എക്യുപ്മെന്റ്സ്, ഈവൻ വൈഫൈ സീനിയർ എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണമെന്ന് വെച്ചാൽ അത് കാണാവുന്ന തരത്തിലുള്ള വൈഫൈ ഫെസിലിറ്റിയുള്ള മോണിറ്റേഴ്സും വർക്ക് സ്റ്റേഷൻസും ഇതെല്ലാം ആണ് നമ്മൾ ഈ കോവിഡ് OT സജ്ജീകരിച്ചിട്ടുള്ളത്. So this is the basic thing. It's not an ordinary OT. Next, moving on to the most important section, the inauguration. I would like to invite Ms. Aparna Balamurali, the most gorgeous, prominent Indian actress and playback singer, to inaugurate COVID Operation Theatre. എപ്പോഴും നമ്മൾ എന്താ പറയാ എന്തെങ്കിലും അസുഖം വന്നാൽ ഡോക്ടേഴ്സിന്റെ അടുത്തും ഹോസ്പിറ്റൽസിൽ എങ്ങനെയാ പോകുന്നത്. പക്ഷെ കഴിഞ്ഞൊരു വർഷമാണെന്ന് തോന്നുന്നു നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സിന്റെ വാല്യൂ മനസ്സിലാക്കിയതും അല്ലെങ്കിൽ നമ്മൾ വേർഷിപ്പ് ചെയ്യുന്നതിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ വേർഷിപ്പ് ചെയ്ത് തുടങ്ങിയതും ആ ഒരു കൊല്ലം തോന്നുന്നുണ്ട്. ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാണ്ട് വന്നുകൊണ്ട് ഈ പറഞ്ഞ മാതിരി ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഡോക്ടേഴ്സ് ആണെങ്കിലും നഴ്സ് ആണെങ്കിലും
ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ജൂബിലി മിഷനും റോട്ടറിയും കൂടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഐ ഫീൽ ഓണേർഡ് ടു ബി ഡൂയിങ് ദിസ്. കോവിഡ് OTയുടെ ഇനോഗ്രേഷൻ ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഡോക്ടർ രവിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. കാരണം എൻ്റെ നാട്ടിലെ ഹോസ്പിറ്റലിൽ ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വൈറസിനെ എങ്ങനെയൊക്കെ തരണം ചെയ്യാമെന്നുള്ളൊരു വണ്ടർഫുൾ വേ, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു എക്സിക്യൂഷൻ ആയിട്ട് തോന്നി. സോ ഇത് എക്സിക്യൂട്ട് ചെയ്ത എല്ലാവർക്കും ഹാറ്റ്സ് ഓഫ്, കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് താങ്ക് യു ഫ്രം അവർ സൈഡ്. കാരണം ആർക്കാണ് എപ്പോഴാണ് ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വി നോ ദാറ്റ് ദെയർ ഈസ് എ സേഫ് പ്ലേസ് ടു കം ടു. അപ്പോൾ താങ്ക് യു സോ മച്ച് ആൻഡ് ഐ ഒഫീഷ്യലി ഇനോഗ്രേറ്റ് ദ കോവിഡ് OT ഓഫ് ജൂബിലി മിഷൻ. താങ്ക് യു. Secondly, I'd like to call Dr. Chitra Valsan, Head of the Department Microbiology, to introduce about Molecular Diagnostic Laboratory. Over to you, ma'am. ഒരു മിനിറ്റ് ഇതിന്റെ കൂടെ ഒന്ന് ആഡ് ചെയ്തോട്ടെ. ഞാൻ പറഞ്ഞ അമ്മയായിട്ട് സംസാരിക്കുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ചിട്ടുള്ള സിനിമയിലെ അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ഹെയിൽ ദ വാല്യൂസ് അല്ലെ, പ്രൈസ് ദ വാല്യൂസ് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലതാണ്. You need a praise for all the doctors and the staff, especially for the staff nurses who spend so many hours with the patient. ഒരു തിയേറ്ററിൽ ഒരു കേസ് കഴിയുന്ന സമയത്ത് ഇത്രയധികം സമയത്ത് they are the real warriors. ഡോക്ടേഴ്സിനൊക്കെ കൂടുതൽ സ്റ്റാഫാണ് അതിൽ കൂടുതൽ സമയം കൊടുക്കുന്നത്. അപ്പൊ അത് കാരണം ഈ ഒരു അർത്ഥത്തിലും she is the right person to inaugurate this. Good evening to all. Infectious diseases. ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന COVID-19 അല്ലെങ്കിൽ നിപ്പ പോലെയുള്ള ഇൻഫെക്ഷ്യസ് ഡിസീസസ് അഥവാ പകർച്ചവ്യാധികളെ പ്രതിരോധിക്കാനായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്താ വെച്ചാൽ പെട്ടെന്ന് ഡയഗ്നോസിസ്, പെട്ടെന്നുള്ള രോഗനിർണയമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. എന്ത് ബാക്ടീരിയ ആണ്, എന്ത് വൈറസ് ആണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അപ്പൊ തന്നെ പേഷ്യന്റിന് അതിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാനും പലപ്പോഴും അത് ലൈഫ് സേവിംഗ് ആയി മാറാറുണ്ട് പേഷ്യൻസിന്. ഇത്ര കാലം നമ്മൾ ഇതിനെല്ലാം അവലംബിച്ചിരുന്നത് മൈക്രോബയോളജിയിലെ കൾച്ചർ ടെക്നിക്ക് അല്ലെങ്കിൽ മൈക്രോസ്കോപ്പി ബേസ് ചെയ്തിട്ടുള്ള മെത്തേഡ്സ് ആണ്. ഇത് പലപ്പോഴും ഇത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആണ്, രോഗനിർണയം നടത്താൻ കുറച്ച് സമയം എടുക്കാറുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോളിക്കുലാർ ടെക്നിക്സ്, PCR പോലെയുള്ള മോളിക്കുലാർ ടെക്നിക്സിന് വേണ്ടിയിട്ട് നമുക്ക് പലപ്പോഴും ബാംഗ്ലൂരോ അല്ലെങ്കിൽ ബോംബെ, കോയമ്പത്തൂരുള്ള ലാബുകളെ ആശ്രയിക്കുക. അവിടേക്ക് ഈ സാമ്പിൾസ് അയച്ചിട്ട് ആഴ്ചകളോളം വെയിറ്റ് വരേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. തൃശ്ശൂർ അടുത്ത് വരെ ഒരു മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് സെന്റർ ഉണ്ടായിട്ടില്ല. അപ്പൊ ഇതൊക്കെ കൂടിയിട്ടാണ് തൃശ്ശൂർക്കാർക്കും നമ്മുടെ സെന്ററിലും ചുറ്റുവട്ടത്തുള്ളവർക്കും ഉപകാരപ്രദമാവുന്ന രീതിയിൽ ഒരു അഡ്വാൻസ്ഡ് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക് സെന്റർ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനുള്ള തീരുമാനം ഉണ്ടായിട്ടുള്ളത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഷീനറീസ് ആണ് നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. റിയൽ ടൈം PCR ബേസ് ചെയ്തിട്ടുള്ള PCR മെഷീൻസും പെട്ടെന്ന് തന്നെ പ്രോസസ് ചെയ്യാൻ പറ്റുന്ന എക്സ്ട്രാക്ടർ, ഓട്ടോമാറ്റിക് എക്സ്ട്രാക്ടറും അടക്കം എല്ലാം ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് ഇവിടെ സജ്ജീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ കൂടുതലായും കോവിഡിന്റെ ടെസ്റ്റുകൾ തന്നെയാണ്. ഞാൻ അച്ഛൻ പറഞ്ഞ പോലെ 30,000-ന് മീതെ കോവിഡ് ടെസ്റ്റുകൾ, RT-PCR ബേസ്ഡ് ടെസ്റ്റുകൾ ഇവിടെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ TB, പിന്നെ ഹെപ്പറ്റൈറ്റിസ് C, ഡെങ്കി തുടങ്ങിയ ടെസ്റ്റുകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ പാനൽ ടെസ്റ്റിംഗ് എന്ന് വെച്ചാൽ ഒരു അണുക്കളെക്കാൾ കൂടുതൽ മൾട്ടിപ്പിൾ ഓർഗാനിസംസിനെ ഒരേ സമയം ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന പാനൽ ടെസ്റ്റിങ്ങുകളും നമ്മളിവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. വൈകാതെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യം, ഇങ്ങനെയൊരു സജ്ജീകരണം ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിൽ, മൈക്രോബയോളജി ഡിപ്പാർട്ട്മെന്റിൽ ഒരുക്കി തന്നതിന് മാനേജ്മെന്റിനോട് എനിക്കുള്ള നന്ദിയും കൂടി ഈ അവസരത്തിൽ ഞാൻ പ്രകടിപ്പിക്കുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാ സഹകരണങ്ങളും സപ്പോർട്ടും തുടർന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് താങ്ക് യു. Next, I'd like to invite Sri T.G. Ravi. He is known for his versatile acting skills and the most respectful Indian actor to inaugurate Molecular Diagnostic Laboratory. So, please.
കഴിഞ്ഞ 2020 മാർച്ചിൽ ഒരു സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൽ പ്രൊഡ്യൂസർക്ക് കുറച്ച് മാനേജറിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ ചേട്ടാ 1 മാസം കഴിഞ്ഞിട്ട് ബാക്കി തുടങ്ങാം എന്ന് പറഞ്ഞു. അപ്പം മേള പടങ്ങുന്ന സമയത്തില്ല. അപ്പോൾ വിളയിക്കാം. എൻ്റെ പേരക്കുട്ടികൾ ആഫ്രിക്കയിലുണ്ട്, ബോട്സ്വാന എന്നുള്ള സ്ഥലത്ത്. അപ്പം അവരൊന്ന് കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞ് കഴിഞ്ഞ മാർച്ചിൽ ഞാൻ ആഫ്രിക്കയിൽ ചെന്ന് കുടുങ്ങിപ്പോയതാണ്. അവിടെ ചെന്നു, ബോർഡേഴ്സ് ക്ലോസ് ചെയ്തു, ഫ്ലൈറ്റുകൾ പോയി. ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ 10 മാസത്തോളം ഭൂമിയുമായിട്ടൊരു ബന്ധമില്ലാതെ വീടിൻ്റെ അകത്ത് മാത്രം കുത്തിയിരുന്ന് നിൽക്കാനാണ് ഞാൻ. പുറത്തിറങ്ങിയ ധൈര്യമില്ല. വെറും ഒരു സോപ്പ് കുളയിൽ ചത്തുപോകുന്ന ഈ വൈറസിനെ ഭയപ്പെട്ട് ഏകദേശം 10 മാസത്തോളം വീടിനകത്ത് കുത്തിയിരുന്ന് നിൽക്കാനാണ്. പിന്നീട് പുറത്തേക്ക് ഇറങ്ങിയത് ഒരു ദിവസം അവിടെ ഭൂമികളൊക്കെ ഉണ്ടായി. അന്ന് വീടിൻ്റെ അകത്ത് ഇറങ്ങി ഓടിപ്പോട്ടേക്ക്. അന്നാണ് ആദ്യമായിട്ടുള്ള 9 മാസത്തിന് ശേഷം പുറത്തോട്ട് കാലം ചെയ്യുന്നൊരു ഭൂമികളൊക്കെ കാരണം. അതേ ദിവസം ഈ വീടിനകത്ത് അടച്ചിരുന്നതാണ്. അടച്ചിരിക്കും മാത്രമല്ല, ചുമതല കിട്ടിയില്ല. ജോലിക്ക് പോകുന്ന മകന് കിട്ടി ഈ കോവിഡ്. അപ്പൊ മകനും മകന്റെ വൈകിട്ട് മേലെ 3 കുട്ടികൾ താഴെ. ഒരാളും കൂട്ടിലേക്ക് വരാൻ വയ്യ, 10 കടക്കാനും വയ്യ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ ചുമതല മുഴുവൻ ഭക്ഷണം പാകുകയും അവർക്ക് കൊടുക്കലും വീട് തുടക്കലും ഒക്കെ എൻ്റെ വഴിയാണ്. ഭക്ഷണം പാകം ചെയ്ത് കോണിയുടെ മേലെ കയറി അവിടെ നിന്ന് മകനെയും മരുമകളെയും വിളിക്കും, ഇതാ ഭക്ഷണം ഇരിക്കുന്നു എന്നും പറഞ്ഞിട്ട്. എന്നിട്ട് ഓടി താഴ്ത്തോട്ട് വരും. കുറച്ച് എനിക്ക് തമാശ തോന്നി. ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ നായാടി എന്നൊരു വർഗം വീടിൻ്റെ പുറകിൽ പാടത്ത് വന്നിട്ട് തമ്പാട്ടിയും കൊണ്ട് ഉറക്കം വിളിക്കും. അശുദ്ധിയുള്ള ആളാണെന്നുള്ള വെപ്പ്. അപ്പം എൻ്റെ അമ്മ പാത്രത്തിൽ ചോറ് കൊണ്ടുപോയി പാടത്ത് വെച്ചിട്ട് ഓടിപ്പോയി. അപ്പോഴാണ് ഇയാൾ വന്ന് ഈ പാത്രം എടുക്കുക. ആ രീതിയാണ് ഞാൻ എൻ്റെ മക്കൾക്ക് ഭക്ഷണം കൊടുത്തു ഒരു 14 ദിവസം. അതാണ് ഇപ്പം അത് ഓർക്കുമ്പോൾ എനിക്ക് ചിരി വരും. നായാടിക്ക് ഭക്ഷണം കൊടുക്കും പോലെ ഈ സോപ്പുകളെയും ചത്തുപോകുന്ന വൈറസിനെ പേടിച്ചിട്ട് ഞാൻ ഓടുകയാണ് കൂടി ഇറങ്ങിയിട്ട്. ആ ദിവസത്തിനിടയ്ക്ക് വേണ്ടപ്പെട്ട പലരും മരിച്ചു വരാൻ സാധിച്ചില്ല. കാരണം ഇതിനെ പേടിച്ചിട്ട് ഫ്ലൈറ്റിൽ കയറാൻ വയ്യ. ഫ്ലൈറ്റ് തുടങ്ങിയപ്പോൾ പോലും മക്കൾ പറഞ്ഞ് പോകണ്ട, അച്ഛനിവിടെ ഇവിടെ നിൽക്കാനും അവൻ പറഞ്ഞ അച്ഛനോട് വരണ്ടാന്ന് പറഞ്ഞിട്ട് അവിടെ മാൻ പറഞ്ഞ അച്ഛൻ പോകണ്ടാന്ന്. അപ്പൊ പിന്നെ ഞാനായിട്ട് മക്കളുടെ വാക്ക് കേൾക്കേണ്ടേ കിട്ടാന്ന് ചോദിച്ചിട്ട് അവിടെ തന്നെ ഇരുന്ന് 10 മാസം. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇരുന്ന് എനിക്ക് ഈ വൈറസിനോട് വൈരാഗ്യം, കണ്ടുപിടിക്കാൻ പറ്റാത്ത, കണ്ണിൽ കാണാൻ കഴിയാത്ത ഈ സാധനത്തിനോട് വല്ലാത്ത വൈരാഗ്യം. അതുകൊണ്ട് തന്നെ എന്നെ ഇന്ന് ഉദ്ഘാടനത്തിൽ വിളിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ വൈരാഗ്യം തീർക്കാൻ പറ്റിയ സമയം. ഇവരെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണമല്ലോ. ഈ നശിപ്പിക്കാതെ മനുഷ്യനെ വിശ്വസിക്കാൻ വയ്യ. എനിക്ക് എൻ്റെ സ്വന്തത്തിൽ നിന്ന് ആൾക്കാരെ പോലും മടുക്കുമല്ലോ. എനിക്ക് പറ്റിയ സംശയം ഇയാൾക്കുണ്ടോ അയാൾക്ക് എന്നെ തമ്മിൽ വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. ഇപ്പോഴും പുറത്തിറങ്ങാൻ എനിക്ക് ധൈര്യമില്ല. പുറത്തിറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എത്ര പൈസയെന്ന് പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അകത്ത് നിന്ന് കഴിഞ്ഞാൽ സർപ്പൂരിയും ബാറ്റൂരിയും എല്ലാം കൂടി വെള്ളത്തിലോട്ട് സോപ്പ് വെള്ളത്തിലോട്ട് കുളിച്ചു. ഒരു ദിവസം 3-4 കുളിയാണ്. ആരെങ്കിലും കണ്ട് അപ്പം വിളിക്കും. പേടിച്ചിട്ടാണ് ഈ സാധനത്തിന് ഇത് കാണാൻ വയ്യ. അതുകൊണ്ട് ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് വൈരാഗ്യമായി
സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയ്ക്കൊക്കെ ആരും വിളിച്ചു പോയാൽ തന്നെ പേടിച്ചിട്ട് വേണ്ട എന്ന് പറയുന്ന അവസ്ഥ. 2 സിനിമയും പോയി ഈ 10 മാസം എടുക്കുക. അപ്പൊ 10 മാസത്തിൽ എന്നെ കുത്തി ഇരുത്തുകയും ചെയ്തു. അല്ല, 2 സിനിമകളെ വിദ്വാനാണ് ഈ വൈറസ്. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു വൈരാഗ്യം എൻ്റെ മനസ്സോട് കൂടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ അവനെ കണ്ടുപിടിക്കാനുള്ള വഴിയെന്ന നിലയ്ക്ക് ഞാൻ ഈ മോളിക്കുലർ ലാബിൻ്റെ ഉദ്ഘാടനം അതീവ സന്തോഷത്തോടെ നിർവഹിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. Thank you, sir. Lastly, I'd like to call Dr. Joe Thomas, Associate Professor, Medicine, Jubilee Mission Hospital. പറഞ്ഞതുപോലെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് നമുക്ക് കുറച്ച് ശുഭാപ്തി തരുന്ന ഒരു വാക്ക് പോലെയാണ് നമുക്ക് തോന്നുന്നത്. കാരണം പോസ്റ്റ് കോവിഡ് ആണ്, കോവിഡ് വന്ന് മാറണമല്ലോ. അപ്പം കോവിഡില് പ്രതീക്ഷ നൽകുന്ന പല കാര്യങ്ങളും സംഭവിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ കൊല്ലം അവസാനവും ഈ കൊല്ലം ആദ്യം പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക് അതുപോലെ തന്നെ ഒരു ശുഭാപ്തിയാണ്. കാരണം പോസ്റ്റ് കോവിഡ് വന്ന് മാറി പിന്നെ അതിനുള്ള തുടർ ചികിത്സ മാറി ആളുണ്ടെങ്കിൽ നമുക്ക് തുടർ ചികിത്സ നമുക്ക് കൊടുക്കാം. അപ്പൊ അതൊരു ശുഭാപ്തിയുള്ള കാര്യമാണ്. അച്ഛൻ പറഞ്ഞ പോലെ വാക്സിൻ എത്തിയിട്ടുണ്ട്. വാക്സിൻ ആരോഗ്യ പ്രവർത്തകരായിട്ട് സാധാരണ ജനത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ മനുഷ്യരുടെ ഇടയിലുള്ള കമ്മ്യൂണിക്കേഷനും ഡിസീസിന്റെ കുറയാനാണ് സാധ്യത. സോ ഈ ആശയം പോസ്റ്റ് കോവിഡ് ക്ലിനിക് എന്ന ആശയം യൂറോപ്പിൽ ഒരു 6 മാസം മുമ്പേ തുടങ്ങിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ബാക്കിയുള്ള വൈറസുകളെ കോവിഡിൽ നിന്ന് വ്യത്യസ്തപ്പെടുത്തുന്നത്, ബാക്കിയുള്ള വൈറൽ നമ്മളെന്താ പനിയായിരുന്നു, വന്നു മാറി, ഞാൻ ജോലിക്ക് പോയി. പക്ഷെ ചെറിയൊരു ശതമാനം കണക്ക് പറഞ്ഞാൽ 10 തൊട്ട് 20% ആൾക്കാർക്ക് കോവിഡ് വന്ന് മാറിയതിനു ശേഷവും ശ്വാസകോശ സംബന്ധമായിട്ടുള്ളത് പലർക്കും ഈ പറഞ്ഞ പോലെ സാമ്പത്തിക പ്രശ്നങ്ങളും ജോലി പോയതും ഒക്കെ ആയിട്ട് വിഷാദ രോഗങ്ങൾ, വേറെ പ്രായമുള്ളവർക്ക് 2 ആഴ്ച അടങ്ങി, കാരണം പോസിറ്റീവായ 2 ആഴ്ച അടങ്ങിയിരിക്കണം. അടങ്ങിയിരുന്ന പിന്നെ രണ്ടാമത് ബാക്ക് ടു വർക്ക് വരാനുള്ള ബുദ്ധിമുട്ടുകൾ, മസിൽസിന്റെ പ്രോബ്ലംസ്, ഇങ്ങനെയുള്ളതിനെല്ലാം ടാക്കിൾ ചെയ്യാനായിട്ടുള്ള ഒരു ക്ലിനിക്കായിട്ട് യൂറോപ്പിൽ ഒരു 6 മാസം മുമ്പേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പോസ്റ്റ് കോവിഡ് ക്ലിനിക്, അഥവാ മലയാളത്തിൽ കോവിഡ് ആനന്തര ക്ലിനിക്ക്. ജൂബിലിയിൽ നമ്മൾ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫിസീഷ്യൻ, പൾമനോളജിസ്റ്റ്, ശ്വാസകോശ വിദഗ്ധൻ, ഫിസിയോതെറാപ്പിസ്റ്റ്, സൈക്കോളജിസ്റ്റ്. കാരണം പലർക്കും മാനസിക സമ്മർദ്ദം മൂലമുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. ഇങ്ങനെയുള്ളതിനെ ടാക്കിൾ ചെയ്യാനായിട്ടാണ് നമ്മൾ പോസ്റ്റ് കോവിഡ് ക്ലിനിക് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. Standing Committee Chairman held to inaugurate the post-COVID clinic. പ്രിയപ്പെട്ട ഡിബേറ്റർ ജോ തോമസ്, ഡോക്ടർ ആൻഡ്രൂസ്, രാജഗോപാൽ കെ വി, ഡോക്ടർ മറിയം റോഷൻ തോമസ്, മനോജ് പുഷ്കരൻ, സജി മീമാൻ, പ്രഗത്ഭരെ, വളരെ സന്തോഷകരം ആവേശകരമായിട്ടുള്ള ഒരു ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തെ നോക്കിക്കാണുന്നത് ജീവൻ രക്ഷയില്ല എന്ന് പറയുമ്പോൾ ഉടനെ നിർദ്ദേശിക്കുന്ന ഒരു സ്ഥലമാണ് മിഷൻ ആശുപത്രിയിലേക്ക് ഉടനെ കൊണ്ടുപോകണം. അപ്പോൾ ജനങ്ങളുടെ അത്താണിയാണ് ഈ സ്ഥാപനം. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്
എനിക്ക് ഏറ്റവും ആവശ്യമുള്ളതും പള്ളിക്കുന്നത്തച്ഛന് ഒരിക്കൽ ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ് ഞാൻ ഉദ്ഘാടനം ചെയ്തത്. അന്നേറ്റർ പള്ളിയിലത്തെ അച്ഛൻ്റെ ഏറ്റവും അടുത്ത ഒരാളാണ്. ആള് പറഞ്ഞു ഒരിക്കലും മാസ്ക് ധരിക്കില്ല. അപ്പം ഞാൻ പറയാം അച്ഛൻ കോവിഡൊക്കെ വരില്ലേ? മോനെ എനിക്ക് കോവിഡ് വരില്ല, കാരണം എനിക്ക് നല്ല ആരോഗ്യം. പള്ളിക്കുന്നത്തെ അച്ഛനും ഈ ഇരിക്കുന്നവരെക്കാൾ ഏറ്റവും ആരോഗ്യമുള്ള ഒരാളാണ്. ഇപ്പൊ ഇവിടെ കണ്ട 1 മിനിറ്റ് കഴിഞ്ഞാൽ കാണാം 4ാമത്തെ നിലയിൽ കാണാം. അപ്പൊ നല്ല ആരോഗ്യവാനായ അച്ഛന് ആവശ്യമില്ലാത്തതും എനിക്കൊക്കെ ഏറ്റവും ആവശ്യമുള്ളതാണ് പോസ്റ്റ് കോവിഡ് ക്ലിനിക്. എന്തായാലും എനിക്കതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഈ ഒരു കാര്യം ചെയ്ത്. എൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായിരുന്നു വിജയേട്ടൻ. MLA കഴിഞ്ഞ ദിവസം വിജയേട്ടൻ മരിച്ചു. മരിച്ചത് കോവിഡ് ആകെ മാറി. പക്ഷേ പോസ്റ്റ് കോവിഡ് പ്രവർത്തനങ്ങളിൽ ചികിത്സയിലിരിക്കുമ്പോഴാണ് അസുഖം കൂടുതലായിട്ട് അദ്ദേഹം മരണപ്പെട്ടത്. കഴിഞ്ഞ ആഴ്ചയിലാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞങ്ങളുടെ അത്രയും അടുത്ത സുഹൃത്തുക്കളാണ്. അപ്പോൾ പോസ്റ്റ് കോവിഡ് ക്ലിനിക് എന്നത് കോവിഡ് വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി പ്രാധാന്യമുള്ളതാണ്. ഇപ്പൊ കോവിഡ് ചികിത്സ എന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം DMO അടക്കമുള്ള ഡോക്ടർമാരുടെ യോഗം ഞാൻ വിളിച്ചിരുന്നു. അപ്പോൾ ഡോക്ടർമാർ പറയുന്നത് കോവിഡ് ചികിത്സ എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമുള്ള കാര്യമില്ല. അതിന് അത്ര അധികം മരുന്നൊന്നും വേണ്ട. അത് സാധാരണഗതിയിൽ ആരോഗ്യത്തിനനുസരിച്ച് മാറിപ്പോകും. പക്ഷെ പോസ്റ്റ് കോവിഡ് പ്രവർത്തനമാണ്, അത് ഭീകരമാണ്. അത് ചികിത്സ എത്ര കൊടുത്താലും ഒരു പക്ഷെ രക്ഷപ്പെടില്ല. കാരണം ജീവിതകാലം മുഴുവനായിട്ട് സൈഡ് എഫക്റ്റ് നിൽക്കുന്നതാണ് ഡോക്ടർമാർ നമ്മളോട് പറഞ്ഞത്. അപ്പൊ അത്രയും ഒരു റിസ്ക് ഉള്ള, അത്രയും മനുഷ്യന് ആവശ്യമായിട്ടുള്ള പോസ്റ്റ് കോവിഡ് ക്ലിനിക് നമ്മൾ നല്ല പ്രാപ്തിയോടുകൂടി മുന്നോട്ട് പോകണം എന്നതാണ് എൻ്റെ ആഗ്രഹം. എന്തായാലും ഇത്തരം ഒരു ക്ലിനിക്ക് തിരഞ്ഞെടുക്കാനായിട്ട് നമ്മുടെ സ്ഥാപനത്തിന് തോന്നിയതിൽ അതിയായ സന്തോഷമുണ്ട്. ഒരു ഹെൽത്ത് കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് എനിക്കത് വളരെ സന്തോഷകരമാണ്. ഞങ്ങളുടെ മുമ്പിൽ വരുന്ന കാര്യങ്ങൾ ഒരു സഹായഹസ്തം പോലെ ഈ ആശുപത്രി ചെയ്യുന്നു എന്നുള്ളതാണ്. ഞങ്ങൾക്ക് സമാധാനപൂർവ്വം ഇവിടേക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഏറ്റവും ഉയർന്ന ഒരു നടപടിയായിട്ടുള്ള ഈ കാലഘട്ടത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന പോസ്റ്റ് കോവിഡ് ക്ലിനിക് എന്ന ഈ സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. എന്തായാലും അത് സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. നമസ്കാരം. To invite Dr. Andrew C.B., Medical Superintendent, Jubilee Mission Hospital. വളരെ സന്തോഷത്തോടുകൂടിയാണ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിന്റെ മെഡിക്കൽ സൂപ്രണ്ടന്റ് നിലയിൽ ഞാൻ ഇവിടെ നിൽക്കുന്നത്. കാരണം ജൂബിലിയിൽ 3 ഫെസിലിറ്റീസിന്റെ ഇനാഗുറേഷൻ നടന്നു കഴിഞ്ഞു. ഇതിൽ ഏറ്റവും അഭിനീയമായ ഫെസിലിറ്റി ഐ തിങ്ക് ഇത് നമ്മുടെ കോവിഡ് ട്രീറ്റ്മെന്റിനുള്ള ഒരു ഓപ്പറേഷൻ തിയേറ്ററിന്റെ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതാണ്. കാരണം അത് സ്പോൺസർ ചെയ്തത് റോട്ടറി ഇന്റർനാഷണൽ ക്ലബ്ബാണ്. ഏകദേശം 10-15 വർഷം ഞാൻ റോട്ടറി മെമ്പറായിരുന്നു. അവരുടെ സാമൂഹ്യ സേവന പരിപാടികളിൽ മെഡിക്കൽ ക്യാമ്പ്, ഐ ക്യാമ്പ് ഇതൊക്കെ നടത്തിയതാണ്. തൃശ്ശൂർ മെയിൻ ക്ലബിലെ മെമ്പറായിരുന്നു. എൻ്റെ കൂട്ടുകാരൻ ഒട്ടേറെ തോമസ് അവിടെ ഇരിപ്പുണ്ട്. പിന്നെ പല ഡോക്ടർക്കാരെ എനിക്കറിയാം. പ്രായം മുന്നോട്ട് പോയപ്പോൾ എന്നെ സ്പോൺസർ ചെയ്ത ഡോക്ടർ കോവൂർ മരിക്കുന്ന ശേഷം ഞാൻ അതിൽ നിന്ന് വിഡ്രോ ചെയ്തു. പിന്നിൽ പ്രവർത്തിച്ചത് എനിക്കറിയാം നമ്മുടെ ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രവിയാണ്. ബാക്കി ഡോക്ടർക്കാരെ സഹായിച്ചു. ഡോക്ടർ ക്ലബിനുള്ള അതീവമായ നന്ദി രേഖപ്പെടുത്തട്ടെ. ഇന്നിവിടെ രണ്ടാമത്തെ സംഭവം പോസ്റ്റ് കോവിഡ് ക്ലിനിക്കാണ്. അതിൽ പിന്നെ പ്രവർത്തിച്ച ഡോക്ടർ HOD ഡോക്ടർ ജെറിയുണ്ട്, ഡോക്ടർ ജോ തോമസ് ഉണ്ട്. അവർക്ക് എല്ലാവരുടെ അഭിനന്ദനങ്ങൾ നേരുന്നു. മൂന്നാമത്തെ രവിയേട്ടൻ പറഞ്ഞ പോലെ മൗലിക ലാബിന്റെ ഇനാഗുറേഷൻ നടന്നത് എൻ്റെ പിന്നെ പ്രവർത്തിച്ച ഡോക്ടർ ചിത്ര, ഡോക്ടർ സത്യവതി, ഇവർക്കെല്ലാം നന്ദി രേഖപ്പെടുത്തട്ടെ. ആശംസ നേർന്നുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.
I'd like to invite Rotarian Rajagopal KV, AG Rotary, Trichur. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഡിസ്ട്രിക്ട് ഗവർണർ ജോസ് ചാക്കോ, ഈ കോവിഡ് ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനത്തിനെത്തിയ പ്രശസ്ത സിനിമാ താരം അപർണ ബാലമുരളി, മോളിക്കുലർ ലാബ് ഉദ്ഘാടനത്തിനെത്തിയ നമ്മുടെ രവിയേട്ടൻ, പോസ്റ്റ് കോവിഡ് ക്ലിനിക് ഉദ്ഘാടനത്തിനെത്തിയ കൗൺസിലർ ഷാജൻ, ഈ ഹോസ്പിറ്റലിന്റെ എല്ലാമെല്ലാമായ ഡയറക്ടർ ഫ്രാൻസിസ് പള്ളിക്കുട്ടച്ചൻ, മറ്റ് റോട്ടറി സുഹൃത്തുക്കളെ, ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ കുടുംബാംഗങ്ങളെ, നമുക്കെല്ലാവർക്കും അറിയാം ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാർക്ക് സാധാരണക്കാരുടെ ഹോസ്പിറ്റൽ. തൃശ്ശൂർ പാലക്കാട് ഏരിയയിൽ നിന്ന് എന്ത് ട്രീറ്റ്മെന്റ് ആവശ്യം വന്നാൽ ആദ്യം നമ്മൾ എത്തുന്ന ഹോസ്പിറ്റലാണ് ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ. അതെന്തുകൊണ്ടാണ്? അതൊരു സാധാരണക്കാരന്റെ ഹോസ്പിറ്റലാണ്. അതുകൊണ്ട് തന്നെ റോട്ടറിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനൊരു പ്രോജക്റ്റ് തൃശ്ശൂർ നമുക്കൊരു നല്ലൊരു പ്രോജക്റ്റ് ചെയ്യാം എന്ന് ഞങ്ങളുടെ ആ സമയത്ത് പ്രസിഡന്റ് ആയിരുന്നു നമ്മുടെ അനിയൻ ചേട്ടൻ ഞങ്ങൾ മീറ്റിംഗിൽ ഇങ്ങനെ അവതരിപ്പിക്കുകയും, അപ്പൊ ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ ജൂബിലി നമുക്ക് കണ്ടെത്താൻ പറ്റി. അവിടെ നമ്മുടെ മെമ്പറായ ഡോക്ടർ രവി, അദ്ദേഹം ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് ഇവിടുത്തെ. അദ്ദേഹം ഇപ്പോഴത്തെ നമ്മുടെ നീഡ് ഇതാണ്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കോവിഡ് 19 നമ്മളെല്ലാവരും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും പേടിച്ച് വീട്ടിൽ അടച്ചുകൂട്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇങ്ങനൊരു പ്രോജക്റ്റ് പറഞ്ഞ ഉടനെ തന്നെ അത് നമുക്ക് ജൂബിലിയിൽ ചെയ്യാവുന്നു. അത് അച്ഛനായിട്ട് സംസാരിച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് ഏകദേശം കഴിഞ്ഞ മെയില് മാത്രമാണ് ഇതിന്റെ ഒരു പ്രവർത്തനങ്ങൾ തുടങ്ങി. ഇത്രയും പെട്ടെന്ന് ഇപ്പൊ തുടങ്ങിയിട്ട് തന്നെ 2-3 മാസങ്ങൾ ഓൾറെഡി ഒഫീഷ്യൽ ഉദ്ഘാടനത്തിന് വെയിറ്റ് ചെയ്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇത് നടത്താൻ പറ്റിയത് ഏറ്റവും കൂടുതൽ നമുക്ക് ഇതില് ആശംസകൾ അർപ്പിക്കുന്നത് നമ്മുടെ അച്ഛനെയാണ്, ഫ്രാൻസിസ് അച്ഛൻ. അച്ഛനെ ഞാൻ പലപ്പോഴും പല അവസരത്തിലും ഇവിടെ വന്നപ്പോ അച്ഛന്റെ നേരത്തെ ഷാജൻ പറഞ്ഞ പോലെ അച്ഛന്റെ എനർജിയാണ് ഈ ഹോസ്പിറ്റലിന്റെ വളർച്ചയുടെ നെടുന്തൂണെന്ന് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഉദ്യമത്തിന് ഞങ്ങൾക്ക് റോട്ടറി തൃശ്ശൂർ റോട്ടറിയിൽ എന്ന രീതിയിൽ അതിലൊരു ഭാഗമാവാൻ പറ്റി എന്നതിൽ തന്നെ വലിയ സന്തോഷം ഉണ്ട്. എല്ലാവിധ ആശംസകളും നൽകുകൊണ്ട് നിർത്തുന്നു. Next, I'd like to invite Dr. Mariam Koshi Thomas, Head of the Department Anesthesia. Gracing the stage and my dear friends, on behalf of Jubilee Mission Medical College, I feel honored to have been chosen to express these felicitations to these august members gathered here on this auspicious inaugural function of the COVID-19 Operation Theatre, a post-COVID OPD and a molecular lab for diagnostic purposes. This generous and timely help during a very crucial time from the Rotary Club has ameliorated a lot of suffering and saved a lot of lives in Trichur. Rotary is always in the forefront where people needed help. Your genuine concern cannot go unnoticed. You have always stood to be counted. Your philanthropy is immense in thought and deed. Today, as I speak these words, though COVID is yet to be controlled or eradicated, there is hope in everyone's heart. This hope is lighted by the deeds and brotherhood of people who have a virtuous heart. I also take special joy in thanking my colleague, Dr. Ravi, President of Rotary Trishur Chapter, for being an interface between Rotary and our hospital and help us conclude this good work. A special thank you to Rotarian Madhav Chandran, who is instrumental in granting the funds.
I also want to remind everyone that staff and management of Jubilee Mission Medical Hospital stood unflinchingly in this COVID pandemic. It kept its doors open to the people of Thrissur, keeping aside monetary issues. Though dozens of staff themselves got infected, the next in line stepped forward, not shirking their duty. I also take a moment to remember these nameless brave hearts. And together, we are going to win this war against this virus. Jubilee's motto has always been service with love. And as we know, love always wins. Once again, a heartfelt thank you from all of us at Jubilee, especially to the Rotarians, hoping such needful philanthropy will continue. Thank you. ഇങ്ങനൊരു പ്രൊജക്റ്റ് ജൂബിലിയിൽ ചെയ്യാൻ അവസരം തന്നതിന് ആദ്യമായി ജൂബിലി മാനേജ്മെന്റിനോട് നന്ദി പറയുകയാണ്. കാരണം ഞങ്ങളുടെ ക്ലബ്ബ് 40 കൊല്ലമായി തൃശ്ശൂർ റോട്ടറി തൃശ്ശൂർ ബേസ് എന്നുള്ള പേരിൽ ഇവിടെ വർക്ക് ചെയ്യുന്നു. 40ാമത്തെ കൊല്ലമാണ്. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഗ്ലോബൽ ഗ്രാൻഡ് പ്രൊജക്ട് ചെയ്യുന്നത് റോട്ടറി ക്ലബ് തൃശ്ശൂർ ബേസ്. റോട്ടറി ഒരുപാട് നല്ല കാര്യങ്ങൾ തൃശ്ശൂർ ചെയ്യുന്നുണ്ട്, പല കാരുണ്യ പ്രവർത്തനങ്ങളും ചെയ്യുന്നുണ്ട്. ഈ വെള്ളപ്പൊക്കം ഫ്ലഡ് ടൈമിലൊക്കെ റോട്ടറിയുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സപ്പോർട്ടുകളും നമ്മളെ കൊണ്ടും ചെയ്യാവുന്നതിൻ്റെ മാക്സിമം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്, എല്ലാം അറിയാവുന്നതാണ്. അപ്പം ഇങ്ങനെ ഒരു ഇത് വന്നപ്പോൾ ലാസ്റ്റ് ഇയർ അനിയൻ മാത്യു ആയിരുന്നു ഞങ്ങളുടെ പ്രസിഡന്റ് ക്ലബിൻ്റെ. അപ്പം ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണർ ആയിരുന്നത് മാധവ് ചന്ദ്രനായിരുന്നു. അപ്പോൾ ആള് ലാസ്റ്റ് മൊമെന്റിലാണ്, ആളുടെ പീരീഡ് കഴിയുന്നതിന് 1 month മുന്നാണ് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒരു ഗ്ലോബൽ ഗ്രാൻഡ് നിങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടൊരു ഡിസിഷൻ ഞങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ട് ടേക്കപ്പ് ചെയ്ത് അനിയൻ ചേട്ടൻ ആണ് അതിൻ്റെ ഇനീഷ്യേറ്റീവ് എടുത്തത്. ഡോക്ടർ രവി നമ്മളെ അതിന് വളരെയധികം ഹെൽപ്പ് ചെയ്തു. ജൂബിലിയുടെ ഭാഗത്ത് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. കാരണം ഇതിന്റെ പല കാര്യങ്ങളും ടെക്നിക്കൽ കാര്യങ്ങളൊന്നും നമുക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ ജൂബിലിയുടെ സ്റ്റാഫ്സാണ് നമ്മൾ അതിന് സപ്പോർട്ട് ചെയ്തത്. അതിന്റെ കൊട്ടേഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണെങ്കിലും എന്ത് അഡ്വാൻസ് മെഷീനറിയാണ് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ ജൂബിലിയുടെ ഭാഗത്തു നിന്നാണ് നമുക്ക് അസിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ ക്ലബിന് ഇങ്ങനൊരു കാര്യം, റോട്ടറി ക്ലബ് ഓഫ് തൃശ്ശൂർ വെസ്റ്റിന് ഇങ്ങനൊരു നല്ല കാര്യം ജനങ്ങൾക്ക് വേണ്ടി ജൂബിലിക്ക് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞാൽ വളരെയധികം നന്ദിയുണ്ട്, വളരെയധികം സന്തോഷമുണ്ട്. അപ്പം ഫസ്റ്റ് ഓഫ് ഓൾ ഐ താങ്ക് Jubilee Mission Hospital for giving me an opportunity on behalf of Rotary Club of Thrissur West and Rotary Foundation. Rotary Foundationന്റെ സപ്പോർട്ട് ഇല്ലാണ്ട് നമുക്ക് ഒരു ഗ്ലോബൽ ഗൺ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അപ്പോൾ എപ്പോഴും ഒരു വലിയ പ്രൊജക്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നത് റോട്ടറി ഫൗണ്ടേഷനാണ്. അപ്പം റോട്ടറി ഫൗണ്ടേഷന്റെ പ്രതിനിധി എന്നുള്ള ഇപ്പോഴത്തെ ഡിസ്ട്രിക്ട് ഗവർണർ നിലയ്ക്ക് ജോസഫ് സാറിനോട് നന്ദി പ്രകടിപ്പിച്ചു കൊടുക്കും. പിന്നെ എല്ലാ അഭിനന്ദനങ്ങളും എല്ലാ വിഷസും കോട്ടി നന്നായി പ്രവർത്തിക്കുന്നത് ഈ അവസരത്തിൽ പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ പോസ്റ്റ് കോവിഡ് ക്ലിനിക്കിനും മോളിക്കുലർ ലാബിനും എൻ്റെ എല്ലാ ആശംസകളും. താങ്ക് യു. താങ്ക്സ്. Varna Balavarli, Indian actor, to hand over the donation from their foundation and to receive, I welcome Rotarian Saji V. Matthew. സന്തോഷകരമായ ഒരു ദിവസമായിരുന്നു നമ്മുടെ 3 കോവിഡ് തിയേറ്റർ, പോസ്റ്റ് കോവിഡ് ക്ലിനിക്ക്, മോളിക്കുലർ ലാബ്, 3 കാര്യങ്ങളുടെ ഉദ്ഘാടനം ഒരേ ദിവസം ഒരേ വേദിയിൽ വെച്ച് വളരെ മനോഹരമായ വ്യക്തിത്വങ്ങൾ നിർവഹിച്ച ഒരു ചടങ്ങായിരുന്നത്. അതിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അതിന് തൊട്ട് മുമ്പായിട്ട് റോട്ടറി ഓപ്പൺസ് ഓപ്പർച്യൂണിറ്റി
റോട്ടറി കോവിഡ് കാലത്തും നമുക്ക് റോട്ടേറിയൻസിന് നന്നായിട്ട് പ്രവർത്തിക്കുവാനും കൂടുതൽ മേഖലകളിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാനുള്ള ഒരു അവസരം നൽകുകയാണ് ചെയ്തത്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഒരു ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് മനോജ് പുഷ്കർ പറഞ്ഞതുപോലെ നമ്മുടെ തൃശ്ശൂർ റോട്ടറി ബെസ്റ്റ് ക്ലബിന്റെ ഫസ്റ്റ് ഗ്ലോബൽ ഗ്രാൻഡ് പ്രോജക്റ്റ് കഴിഞ്ഞ കമ്മിറ്റിയുടെ കാലത്ത് ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് അതിന് അംഗീകാരം നേടിയെടുക്കുവാനും അങ്ങനെ ഒരു പ്രോജക്റ്റ് വിജയകരമായിട്ട് ഇവിടെ ചെയ്തു തീർക്കുവാനും കഴിയുകയുണ്ടായി. ഇതിന്റെ ഞങ്ങൾ തൊട്ട് മുമ്പത്തെ കമ്മിറ്റി ലെഡ് ബൈ അനിയൻ മാത്യു ആൻഡ് മനോജ് പുഷ്കർ ആൻഡ് അതർ ടീമിന് ഒരു കൺഗ്രാജുലേഷൻസ് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ ഇന്ന് നമ്മുടെ ഫംഗ്ഷൻ ഇവിടെ പരിഭവനം എത്തിച്ചേർന്ന് നമ്മുടെ അധ്യക്ഷപദം വഹിച്ച റോട്ടേറിയൻ ഡോസ്റ്റാക്കോ ഞങ്ങളുടെ ഡിസ്ട്രിക്ട് ഗവർണറാണ്. അദ്ദേഹത്തിന് ആദ്യമായി റോട്ടറി ക്ലബ് ഓഫ് തൃശ്ശൂർ വെസ്റ്റിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന ജൂബിലി ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തത് നമ്മുടെ ഇനാഗ്രേഷൻ കോവിഡ് കെയറിന്റെ ഇനാഗ്രേഷൻ നിർവഹിച്ച അപർണ ബാലമുരളി. അപർണ പറയാൻ തന്നെ അറിയാൻ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ കഴിഞ്ഞാണ് എനിക്ക് അറിഞ്ഞോടെ. ഞാൻ 3 സിനിമയെ കണ്ടിട്ടുള്ളൂ. മഹേഷിന്റെ പ്രതികാരം ഞാൻ ഒരിക്കലും ഒരു 10 തവണയെങ്കിലും കണ്ടിട്ടുണ്ട്. അതുപോലെ സൺഡേ ഹോളിഡേ, സർവോപരി പാലക്കാരൻ, ഐ എം ബേസിക്കലി ഫ്രം Pala, so I watched that movie. Now Surara Important, the latest movie, Tamil superstar Surya. തമിഴ്നാട്ടിലെയും പ്രിയങ്കരയായി മാറിയിരിക്കുകയാണ് നമ്മുടെ തൃശ്ശൂരിന്റെ സ്വന്തം അപർണ. ഈ പക്ഷെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഞങ്ങൾ നേരിട്ട് പോയി വിളിച്ചില്ല. ഡോക്ടർ ആദ്യമേ ഫോണിൽ വിളിച്ച് സംസാരിച്ചു. അതിനുശേഷം കഴിഞ്ഞ സൺഡേ ഞങ്ങൾ നേരിട്ടതാണ്. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ തീർച്ചയായിട്ടും അവിടെ സമയത്ത് എത്തിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകുകയും ആ ഉറപ്പ് പാലിച്ച് ഇവിടെ എത്തിച്ചേർന്ന് ഇതിന്റെ കോവിഡ് തിയേറ്റർ ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്ത അപർണയോട് ഞങ്ങൾക്കുള്ള നന്ദിയും സ്നേഹവും അതിന്റെ സ്പെഷ്യൽ താങ്ക്സ്. നമ്മുടെ പ്രിയപ്പെട്ട രവിയേട്ടനാണ് അടുത്തത്. രവിയേട്ടനെ കുറിച്ച് ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ട് അദ്ദേഹത്തിന്റെ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ സിനിമ, തൃശ്ശൂരുകാരുടെ എല്ലാ സിനിമയിലും തൃശ്ശൂരിലെ നിറസാന്നിധ്യമാണ് അദ്ദേഹം. അദ്ദേഹത്തിനും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയതിലും ഈ ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചതിലും ഞങ്ങളുടെ തൃശ്ശൂർ ഹോസ്പിറ്റലിന്റെ പേരിലും ജൂബിലി മിഷന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ ഫാദർ ഫ്രാൻസിസ് പള്ളിക്കുന്നത്ത്, മറ്റ് പ്രാസംഗികരും എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഈ പ്രോജക്റ്റ് റോട്ടറി ക്ലബിന് ഇവിടെ ചെയ്ത് പൂർണ്ണമായിട്ടും വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ചെയ്ത് തീർക്കാൻ കഴിയുകയില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാവിധ സഹകരണങ്ങൾക്കും അദ്ദേഹത്തിന്റെ ഗൈഡൻസിനും നന്ദി പറയുന്നതിനോടൊപ്പം ഇന്ന് ചടങ്ങിൽ സംബന്ധിച്ച് ഞങ്ങളെ അഡ്രസ് ചെയ്തതിനും നന്ദി രേഖപ്പെടുത്തുന്നു. ഡോക്ടർ ദേവി, ഞങ്ങളുടെ പ്രസിഡന്റ്, ഔപചാരികതയുടെ പേരിൽ അദ്ദേഹത്തിന് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. മറ്റ് റോട്ടേറിയൻ തോമസ് സാറുണ്ട്, AG രാജഗോപാൽ, മനോജ് പുഷ്കർ, മറ്റ് സീനിയർ റോട്ടേറിയൻസ്, ജൂബിലിയിലെ എല്ലാ ഡോക്ടേഴ്സ് ഇവിടെ പങ്കെടുത്ത് പ്രസംഗിച്ച ഡോക്ടർ മറിയം കോശി തോമസ്, മറ്റ് ഡോക്ടേഴ്സ് ചിത്ര മാഡം, ജോസ് തോമസ്, ഡോക്ടർ, എല്ലാവർക്കും നന്ദി പറയുന്നതിനോടൊപ്പം ഇവിടെ ഈ ഫംഗ്ഷനിൽ പങ്കെടുത്ത ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. All of you to have snacks and enjoy the time. Thank you so much for coming. Thank you.